കോയക്ക എന്താ കഥ? എന്ത് കഥ മോനെ? ബക്രാക്ക് ഇതാ ഈ ലിസ്റ്റത്തെ സാധനം ഒന്ന് ഇടിക്കും മേടിക്കട്ടോ, എനിക്ക് അർജന്റാണ്, ഒരു സ്ഥലം വരെ പോവാണ്ട്. ഇതെത്രായി? അത് 1800. ഇത് പറ്റില്ല എഴുതിക്കോളിട്ടോ. എന്ത് വർത്താനം ബാബ, സാധനം കൊണ്ടുപോകുമ്പോൾ എഴുതിക്കോ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിനോടത്ത് എനിക്ക് പൈസ കൊടുക്കണ്ടേ? ഇത് വെറുതെ കിട്ടുന്നില്ല അവിടുന്ന്. ഇതിനാണെങ്കിൽ ഇത് നാളെ മുതൽ സാധനത്തിന് വരണ്ട കേട്ടോ, തരാനുള്ള പൈസ എനിക്ക് നാളെ എത്തിക്കണം. എന്തൊരു മനസ്സിനാണ് ഈ പൈസ ഇല്ലായിട്ടല്ലോ എൻ്റെ അടുത്ത്. അതിനിപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ ചൂടാകണേ? ചൂടായിട്ട് ഇപ്പോൾ എന്താ കാര്യം? ഉളുപ്പ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ലല്ലോ. കോയാക്ക അസ്സലാമലൈക്കും. ഓയ് ഈ സാധനങ്ങളൊന്നും എടുക്കി. എത്ര വെക്കറക്ക? അത് 320. എന്താ ഈ മുട്ടായും കൂടി അതിൽ ചേർത്തിക്കളി, അത് പറ്റില്ല എഴുതിക്കളി കേട്ടോ. ആ ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല കേട്ടോ. അല്ല വക്രേ, മറ്റോ വന്ന് കടം പേടിച്ചേക്ക് ഇങ്ങനെ കുറച്ചടിയുന്നല്ലോ. ഇപ്പം വന്നേക്ക് ഭയങ്കര സ്നേഹത്തിനാണല്ലോ. എന്താ അതിന്റെ കഥ? ആ കോയേ, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒന്ന് സാധനം വാങ്ങിയല്ലോ, അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആളാണ്. വാങ്ങിയാൽ കൊടുക്കൂല എന്ന് കരുതിയിട്ടാണ്, അല്ലാതെ ഓൻ്റെ അടുത്ത് പൈസ ഇല്ലായിട്ടല്ല. രണ്ടാമത് ഒന്ന് വാങ്ങിയല്ലോ, ഓൻ അന്നന്ന് കൂലിപ്പണി എടുത്ത് കുടുംബം പോറ്റുന്നവനാണ്. ഇനിയിപ്പോൾ ഓൻ്റെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പൊരുത്തപ്പെട്ടാണ് കൊടുക്കും. കാരണം എന്താ അറിയോ, പണ്ട് കാരണന്മാർ പറഞ്ഞേക്കണേ, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുതെന്ന്. ആളുകൾ അവസ്ഥ അറിഞ്ഞിട്ട് വേണം നമ്മൾ പെരുമാറാൻ. അതുതന്നെയാണ് അതിൻ്റെ കഥ.